ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂറിസ്പ്രുഡൻസിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള ലീഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ ക്ലെയിംസിനെ പറ്റിയാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ആക്ഷൻ എയിം ചെയ്യുന്നത് ഹാപ്പിനെസ് ആണ് അല്ലേ? നമ്മളാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തിനാണ്? ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവുമോ? ഇല്ല. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ഹ്യൂമൻ ബീങ്സിൻ്റെ ഓരോ ആക്ടിൻ്റെ അകത്ത് ആ ആക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ആക്റ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഹാപ്പിനെസ്സിനെ നമ്മൾ ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹാപ്പിനെസ്സിനെ എന്താണ് വിളിക്കുന്നത്? ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിന് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ കാണും. സം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചില തരത്തിലുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? മറ്റൊരാളുടെ ഇൻട്രസ്റ്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇപ്പം എനിക്കുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല എൻ്റെ ഫ്രണ്ടിനുള്ളത് അല്ലേ? ഇപ്പോൾ എനിക്കുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾക്കുള്ളത്. ആ ഇൻട്രസ്റ്റ് അപ്പോൾ എന്ത് ചെയ്യും? കോൺഫ്ലിക്റ്റ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. ലോ കനോട്ട് റെക്കഗ്നൈസ് ദോസ് ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിംഗ് വിത്ത് അതേഴ്സ് ഇൻട്രസ്റ്റ്. മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റിലാകുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റിനെ ലോയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം നമ്മൾ പഠിച്ചു സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിക്കകത്ത് പബ്ലിക് ഇൻട്രസ്റ്റും ഉണ്ട്, പ്രൈവറ്റ് ഇൻട്രസ്റ്റും ഉണ്ട്. അവിടെ എന്തിനാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോ മുൻതൂക്കം കൊടുക്കുന്നത്? പബ്ലിക് ഇൻട്രസ്റ്റിനാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? പ്രൈവറ്റ് ഇൻട്രസ്റ്റിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോയ്ക്ക് ചില ഇൻട്രസ്റ്റുകളിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കോൺഫ്ലിക്റ്റിങ് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വരുന്ന ഇൻട്രസ്റ്റുകളെ റിജക്റ്റ് ചെയ്ത് കളയാറാണ് ഉള്ളത്. സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ ലീഗൽ റൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? ആൻ ഇൻട്രസ്റ്റ് വിച്ച് ഇസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ നിയമം പ്രകാരം റെക്കഗ്നൈസ് ചെയ്യുകയോ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ ലീഗൽ റൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ലീഗൽ റൈറ്റിനെ ക്ലെയിം എന്നും അറിയപ്പെടാറുണ്ട്. ഒരു ഇൻട്രസ്റ്റ് മോറൽ ലോ വഴി റെക്കഗ്നൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മോറൽ റൈറ്റ് എന്നും, ഒരു ഇൻട്രസ്റ്റ് നാച്ചുറൽ ലോ വഴി റെക്കഗ്നൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നാച്ചുറൽ റൈറ്റ് എന്നും വിളിക്കുന്നു. ഒരു ആക്ട് റൈറ്റുമായിട്ട് കോൺട്രവെൻഷനിൽ അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റിലോ അല്ലെ ആ ഒരു റൈറ്റിന് എഗനിസ്റ്റായിട്ടൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ റോങ് എന്ന് വിളിക്കും അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇന്ന റോഡിൽ കൂടെ പോകുന്നു, ഇന്ന ഇതിൽ പോകണം എന്നുള്ളൊരു നിയമമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണം എന്നൊരു നിയമമുണ്ട്. നമ്മളെന്തോ ചെയ്തു? റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു. അതെന്താണ്? ഒരു റോങ് ആണ്. അപ്പോൾ എന്താണ്? എല്ലാവർക്കും സുരക്ഷിതമായിട്ട് റോഡിൽ കൂടെ പോകാനുള്ളൊരു റൈറ്റ് ഉണ്ട്. നമ്മൾ ആ റൈറ്റിന് കോൺട്രവെൻഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? റോങ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇത് എന്താണ്? അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ഒപ്പോസ്ഡ് ടു എ നാച്ചുറൽ റൈറ്റ്, ഒരു നാച്ചുറൽ റൈറ്റിനാണ് ഒപ്പോസ് ആവുന്നത് എന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ലോയും, മോറൽ റൈറ്റിന് ഒപ്പോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മോറൽ ലോയും റോങ്ങും, അതുപോലെ തന്നെ ലീഗൽ റൈറ്റിനെ ഒപ്പോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലീഗൽ റോങ്ങും ആകുന്നു. ലീഗൽ റോങ്ങിന് മാത്രമേ കോടതി പണിഷ്മെൻറ്റ് കൊടുക്കാറുള്ളൂ. നമ്മളൊരു മോറൽ റോങ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ആരും പണിഷ് ചെയ്യത്തില്ല. ഒരു സ്റ്റാർവിങ് ആയിട്ടുള്ളൊരു കൊച്ച്, ഓക്കെ, ഒരു കുട്ടി വിശന്ന് വലഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയെ എ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടു. ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്നൊക്കെ ഇയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അയാൾക്കൊരു മോറൽ ഡ്യൂട്ടി ഉണ്ട്, വേണമെങ്കിൽ ആ കൊച്ചിനെ ഫീഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അവിടെ എന്തില്ല? ഒരു ലീഗൽ ഡ്യൂട്ടിയില്ല. അപ്പോൾ ഫീഡ് ചെയ്യാതെ ഇരുന്ന് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതൊരു മോറൽ റോങ് മാത്രമാണ്. കാരണം അതിന് ഇയാൾക്ക് ലീഗലി അവിടെ ഇത് ചെയ്യണം എന്നുള്ളൊരു റൈറ്റ് ഇതൊന്നുമില്ല. പക്ഷേ അയാൾ ഒരു മോറൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാളെ ശിക്ഷിക്കാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ പക്ഷേ ഒരു ലീഗൽ റോങ് ആണ്. ഇപ്പോൾ ഒരു ജയിലിലെ വാർഡൻ അവിടുത്തെ പ്രിസണേഴ്സിന് ഫുഡ് കൊടുക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാതിരുന്നത് കാരണം ജയിലിലുള്ളവർക്ക് പ്രിസണേഴ്സ് മരിച്ചു പോവുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലീഗൽ റോങ് ആണ് അവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഡ്യൂട്ടി എന്ന് പറയുന്നത് റോങ്ങിൻ്റെ ഓപ്പോസിറ്റാണ്, റൈറ്റിന് കോറിലേറ്റീവുമാണ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേറ്ററി ആക്ട് അല്ലെങ്കിൽ ഫോർബിയറൻസ് ആണ്. ലീഗൽ റോങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ലീഗൽ ഡ്യൂട്ടിയാണ്. ഓക്കെ, ലീഗൽ റോങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലീഗൽ ഡ്യൂട്ടി. ഒരു ലീഗൽ ഡ്യൂട്ടി ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ അവിടെ ഒരു ലീഗൽ റോങ് വരുന്നത്.
പിന്നെ അടുത്തത് പറയുന്നത് ടു എവരി റൈറ്റ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി. ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ഉറപ്പാണല്ലേ, ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു ഡ്യൂട്ടി ഉണ്ടായിരിക്കും. റൈറ്റും ഡ്യൂട്ടീസും കോ റിലേറ്റീവ് ആണ്. മറ്റൊരു വ്യക്തിയിൽ ഒരു ഡ്യൂട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുമില്ല, ഒരു റൈറ്റുമില്ല. സോ ഓൾസോ ദെയർ ക്യാനോട്ട് ബി എ ഡ്യൂട്ടി ഇൻ വൺ വിത്തൗട്ട് എ കറസ്പോണ്ടിങ് റൈറ്റ് ഇൻ അനദർ. മറ്റൊരാൾക്ക് ഒരു ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയും റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ യോജിച്ച് കിടക്കുന്നു. ഇപ്പം ജസ്റ്റ് ആസ് ദെയർ ക്യാനോട്ട് ബി എ ഹസ്ബൻഡ് വിത്തൗട്ട് എ വൈഫ്. ഒരു ഹസ്ബൻഡ് ഇല്ലാതെ വൈഫ് ഉണ്ടോ? ഇല്ല. അതുപോലെ വൈഫ് ഇല്ലാതെ ഹസ്ബൻഡും ഇല്ല. അതുപോലാണ് ഈ റൈറ്റും പിന്നെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി റൈറ്റിന് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 5 എലമെൻറ്റ്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ഇൻഹെറൻസ്. പേഴ്സൺ ഓഫ് ഇൻഹെറൻസ് എന്ന് പറഞ്ഞാൽ ആരിലാണോ ഒരു റൈറ്റ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഓക്കെ, എ പേഴ്സൺ ഇൻ ഹൂം എ റൈറ്റ് ഈസ് വെസ്റ്റഡ് ഈസ് കോൾഡ് പേഴ്സൺ ഓഫ് ഇൻഹെറൻസ്. ഓക്കെ, അയാൾക്കായിരിക്കും ആ റൈറ്റിൻ്റെ ഓണർ. അപ്പോൾ ആർക്കാണോ റൈറ്റ് ഉള്ളത് ആ വ്യക്തിയെ എന്താണ് വിളിക്കുന്നത്? പേഴ്സൺ ഓഫ് ഇൻഹെറൻസ് എന്ന് വിളിക്കുന്നു. ഇനി പേഴ്സൺ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ എഗനിസ്റ്റ് ഹും ദ റൈറ്റ് ഈസ് അവൈലബിൾ. ആർക്ക് എഗനിസ്റ്റ് ആയിട്ടാണോ ഈ റൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആ വ്യക്തിയെ പേഴ്സൺ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹീ ഈസ് ദ പേഴ്സൺ ഓൺ ഹും ദ കോ റിലേറ്റീവ് ഡ്യൂട്ടി ലൈസ്. ആ വ്യക്തിയിലായിരിക്കും കോ റിലേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടി നിക്ഷിപ്തമായിട്ടുള്ളത്. ഇനിയും കണ്ടൻറ് ഓഫ് ദ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൈറ്റിലും ഒരു ആക്റ്റോ ഫോർബിയറൻസോ ഉണ്ടായിരിക്കുന്നതാണ്. പേഴ്സൺ ഓഫ് ഇൻസിഡൻസ് പേഴ്സൺ ഓഫ് ഇൻഹെറൻസിനോട് അനുകൂലമായിട്ട് പാലിക്കേണ്ട കുറച്ച് ആക്ട്സും ഫോർബിയറൻസും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒബ്ജക്റ്റ് ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തേലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും ഈ റൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് സംതിങ് ഈസ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് റൈറ്റ്. എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ആ സബ്ജക്റ്റ് മാറ്റർ, ആ റൈറ്റിലെ സബ്ജക്റ്റ് മാറ്ററിനെയാണ് ഒബ്ജക്റ്റ് ഓഫ് റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ടൈറ്റിൽ ഓഫ് ദ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റോ ഇവൻറ്റോ എന്താകുന്നു ബൈ റീസൺ ഓഫ് വിച്ച് ദ റൈറ്റ് ഹാസ് ബിക്കം വെസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഓണർ ഈസ് കോൾഡ്. ആരിലാണോ ഈ ഓണർഷിപ്പ്, ഓക്കെ, ഒരു ഫാക്റ്റിൻ്റെയോ ഇവൻറ്റിൻ്റെയോ ആ ഒരു ഇത് ആരിലാണോ വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെയാണ് എന്ത് വിളിക്കുന്നത്? ആ വ്യക്തിക്കായിരിക്കും ആ ടൈറ്റിൽ ഓഫ് ദ റൈറ്റ് കിട്ടുന്നത്. ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എ എന്ന് പറയുന്നത് ബിയുടെ കയ്യിൽ നിന്നും ഒരു 1000 രൂപ കടം വാങ്ങി. ഒരു പ്രോമിസറി നോട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കടം വാങ്ങിയത്. എക്ക് ഇവിടെ എന്തുണ്ട്? ഈ മണി തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. ബിക്ക് ഈ മണി കിട്ടുക എന്നുള്ളൊരു ഒരു റൈറ്റും കൂടെ ഉണ്ട്. ഇവിടെ എലമെൻറ്റ്സ് ഓഫ് റൈറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇൻഹെറൻസ്. ഓക്കെ, പൈസ കൊടുത്ത വ്യക്തി, റൈറ്റ് ഇയാളുടെ മുകളിലാണുള്ളത്. ഇനി ആരുടെ മുകളിലാണ് ഡ്യൂട്ടി? എയുടെ മുകളിലാണ് ഡ്യൂട്ടി. ഇനി ഡ്യൂട്ടി ടു റീപേ ദ മണി ഈസ് ദ കണ്ടൻറ് ഓഫ് ദ റൈറ്റ്. അവിടെ പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ്. എന്ന് പറഞ്ഞാൽ ആരാർക്ക് പൈസ കൊടുക്കുക? എ ബിക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? ഡെപ്റ്റ്, കടമാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ടൈറ്റിൽ ഓഫ് ദ റൈറ്റ് വരുമ്പം പ്രോമിസറി നോട്ടാണ് ഇവിടുത്തെ ടൈറ്റിൽ ഓഫ് ദ റൈറ്റ്. ഇനി റൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. റൈറ്റിനെ കുറേ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് റൈറ്റും ഇംപെർഫെക്റ്റ് റൈറ്റും ആണ്. പെർഫെക്റ്റ് റൈറ്റ് എന്ന് നോക്കാം. പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ലോ പ്രകാരം റെക്കഗ്നൈസ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന റൈറ്റാണ്. പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡ്യൂട്ടിയുമായിട്ട് കറസ്പോണ്ട് ആയിട്ട് വരുന്നു. ഇനി റൈറ്റ് കോർട്ട് ഓഫ് ലോയെ റെക്കഗ്നൈസ് ചെയ്യുകയും എൻഫോഴ്സ് ചെയ്യുകയും ചെയ്താൽ അത് പെർഫെക്റ്റ് റൈറ്റ് ആകുന്നു. ഓക്കെ, പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് നിയമപ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുന്നു. കോർട്ട് ഓഫ് ലോ അത് റെക്കഗ്നൈസ് ചെയ്യുകയും എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ എന്തുവാണെന്ന്? ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എ ബിയുടെ കയ്യിൽ നിന്നും 1000 രൂപ ഒരു പ്രോമിസറി നോട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കടം വാങ്ങുന്നു. ബി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എ വാങ്ങിയ പൈസ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കോടതിയിൽ. അപ്പോൾ ഈ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? സ്യൂട്ട് കടം വാങ്ങി 3 വർഷത്തിനുള്ളിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോർട്ട് അവിടെ എന്ത് ചെയ്യും?
ആ പറഞ്ഞ ബിയുടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്യും. എന്നിട്ട് പറയും ഈ പൈസ ഇന്ന ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്ന് അങ്ങനെ പറയും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർഫെക്റ്റ് റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി. ആ സമയത്തിനുള്ളിൽ തന്നെ സ്യൂട്ട് ഫയൽ ചെയ്തു. കോടതി അവിടെ എന്തോ ചെയ്തു? അവിടെ റൈറ്റ് എൻഫോഴ്സ് ചെയ്തു കൊടുത്തു. ഇനി ഇംപെർഫെക്റ്റ് റൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോടതി ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, കോടതി റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ കോടതിക്ക് എന്ത് പറ്റത്തില്ല? ആ കാര്യം എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇംപെർഫെക്റ്റ് റൈറ്റിൻ്റെ കാര്യത്തിൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടി എന്ന് പറയുന്നതും എന്തായിരിക്കും? ഇംപെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഇംപെർഫെക്റ്റ് റൈറ്റിൻ്റെ അകത്ത് എന്താണ്? ലോ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ എന്ത് കിട്ടുന്നില്ല? പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അതിന് എക്സാമ്പിളാണ് ടൈം ബേർഡ് ഡെപ്റ്റ്. ഓക്കെ, ടൈം ബാർഡ് ഡെപ്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുകളിൽ 3 വർഷം ടൈം ലിമിറ്റേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ആ 3 വർഷത്തിനുള്ളിൽ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് അയാൾക്ക് ആ പൈസ തിരിച്ച് കിട്ടാൻ പറ്റിയത്, അല്ലെങ്കിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റത്. ഇനിയും ഈ ടൈം ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ കോടതിക്കത് റെക്കഗ്നൈസ് ചെയ്യാം, പക്ഷേ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങളിത് തിരിച്ച് പേ ചെയ്യണമെന്ന് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മനസ്സിലായോ എന്താണെന്ന്? ഇവിടെ ആ ഒരു റൈറ്റിനെ നശിപ്പിച്ച് കളയുന്നില്ല, പക്ഷേ കോടതിയെ എൻഫോഴ്സ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നു. ഇതിനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇംപെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഉബി ജസ് ഇബി റെമഡിയം എന്ന് പറഞ്ഞ മാക്സിമിന് എക്സെപ്ഷനാണ്. ഉബി ജസ് ഇബി റെമഡിയത്തിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? വെർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? അവിടെ ഒരു റെമഡിയും കൂടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തേതാണ് പോസിറ്റീവ് റൈറ്റും നെഗറ്റീവ് റൈറ്റും. ഇതിൽ പോസിറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെൻ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓഫ് എ റൈറ്റ് ഈസ് പോസിറ്റീവ്. ഒരു റൈറ്റിൻ്റെ കറസ്പോണ്ടിങ് ഡ്യൂട്ടി പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് റൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി പോസിറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു ഡ്യൂട്ടിയാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ ഹസ്ബൻഡാണ്. സെക്ഷൻ 125 ഓഫ് ദ CRPC പ്രകാരം എക്ക് ഇവിടെ എന്തോ ഉണ്ട്? വൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ ദ ഡ്യൂട്ടി ഓഫ് എയുടെ ഡ്യൂട്ടി പോസിറ്റീവാണ്. വൈഫിൻ്റെ റൈറ്റ് എന്ന് പറയുന്നതും എന്താണ്? പോസിറ്റീവ് റൈറ്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ബിയുടെ കയ്യിൽ നിന്നും 1000 രൂപ കടം വാങ്ങി. എക്ക് ഇവിടെ പൈസ തിരിച്ചടയ്ക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ ബിയുടെ റൈറ്റ്, പൈസ കിട്ടുക എന്നുള്ള ബിയുടെ റൈറ്റ് പോസിറ്റീവും പൈസ തിരിച്ച് കൊടുക്കുക എന്നുള്ള എയുടെ റൈറ്റ് പോസിറ്റീവുമാണ്. ഓക്കെ, പൈസ കിട്ടുക എന്നുള്ള ബിയുടെ റൈറ്റ് പോസിറ്റീവും പൈസ കൊടുക്കുക എന്നുള്ള എയുടെ ഡ്യൂട്ടി എന്താണ്? പോസിറ്റീവുമാണ്. ഇനി എന്താണ് നെഗറ്റീവ് റൈറ്റ് എന്ന് നോക്കാം. ഒരു കറസ്പോണ്ടിങ് ഡ്യൂട്ടി വെൻ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓഫ് എ റൈറ്റ്, ഒരു റൈറ്റിൻ്റെ കറസ്പോണ്ടിങ് ഡ്യൂട്ടി നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് റൈറ്റ് എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു ഫോർബിയർ ഫ്രം ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ അത് വിട്ടിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെഗറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഒമിഷൻ കൂടിയാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അകത്ത് ആരും ബിയെ ഡീഫെയിം ചെയ്യരുത്. ഓക്കെ, ഒരു വ്യക്തി പോലും ബിയെ ഡീഫെയിം ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മളെ ഡീഫെയിം ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിയുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ റൈറ്റ് ഓഫ് ബി നെഗറ്റീവ് റൈറ്റ് ആണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഡ്യൂട്ടി ഈസ് നെഗറ്റീവ്. കാരണം എന്താണ്? ഇവിടെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് വരുന്നത് റൈറ്റ് ഇൻ റമ്മും റൈറ്റ് ഇൻ പേഴ്സോണവും. റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്. നമുക്ക് ആ റൈറ്റ് ഹോൾ വേൾഡിന് എഗനിസ്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. റൈറ്റ് ഇൻ റം എന്ന് പറയുന്ന അവൈലബിൾ എഗനിസ്റ്റ് ദ ഹോൾ വേൾഡ്. ഇവിടെ എന്ന് പറയുന്നത് റൈറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എ തിങ്, ഒരു സാധനത്തിന് മുകളിലുള്ള ഒരു റൈറ്റാണ്. ഇവിടുത്തെ കോ റിലേറ്റീവ് ഡ്യൂട്ടി എന്താണ്? വിൽ ബി അപ്പോൺ ദ പേഴ്സൺസ് ഇൻ ജനറൽ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ഓണർഷിപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ റം ആണ്. ഇവിടെ ഓണേഴ്സിന് എന്ത് കിട്ടും? ഹോൾ വേൾഡിന് എഗനിസ്റ്റ് ആയിട്ടൊരു റൈറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടുത്തെ ജനറൽ പേഴ്സൺസ് ഇൻ ജനറൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വസ്തുവിൽ മേൽ ആ വസ്തു അനാവശ്യമായി യൂസ് ചെയ്യുകയോ, അല്ലെങ്കിൽ ആ വസ്തുവിൽ ട്രെസ്പാസ് നടത്തുകയോ, അല്ലെങ്കിൽ അത് പ്രോപ്പർട്ടി എൻജോയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി, എനിക്ക് എന്താണ് റൈറ്റ് ഇൻ റം
ഡ്രമ്മാണ് ആ പ്രോപ്പർട്ടിയിലുള്ളത്. ഈ ഹോൾ വേൾഡ് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? എൻ്റെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറുകയോ അതോ യൂസ് ചെയ്യുകയോ എൻജോയ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഞാനത് വിൽക്കുന്നത് വരെ. അതുപോലെ തന്നെ റൈറ്റ് ഇൻ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഇൻ ഡ്രമ്മാണ്. എന്താണ് എന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഡിഫെയിം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഹോൾ വേൾഡിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടുന്നു? റൈറ്റ് ഇൻ ഡ്രം കിട്ടുന്നു. ഇനി റൈറ്റ് ഇൻ പെർസോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ വ്യക്തിക്ക് എഗനിസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ പേഴ്സൺസിനോ എഗനിസ്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന റൈറ്റാണ് റൈറ്റ് ഇൻ പെർസോണം. ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്നും ഒരാൾ കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ അതെന്താണ് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എ എന്ന് പറഞ്ഞ വ്യക്തി ഡിഫെയിം ചെയ്തു എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് അയാളുടെ കയ്യിൽ അയാൾക്ക് എഗനിസ്റ്റായിട്ട് കേസ് കൊടുക്കുകയും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനൊക്കെ പറ്റും. അതെന്താണ്? ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഇൻ ഡ്രം എന്നും റൈറ്റ് ഇൻ പെർസോണം എന്നും വിളിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് പ്രൊപ്രൈറ്ററി റൈറ്റും പേഴ്സണൽ റൈറ്റുമാണ്. ഒരു എക്കണോമിക് വാല്യൂ ഉള്ള ഒരു റൈറ്റിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ റൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് എക്സാമ്പിളാണ് നമ്മൾക്ക് ഒരു ലാൻഡിന് മുകളിലുള്ളൊരു റൈറ്റ്, മൂവബിൾ പ്രോപ്പർട്ടി, സ്വർണ്ണം ആയിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റ്. പേറ്റൻ്റ് റൈറ്റ്, പേറ്റൻ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രൊപ്രൈറ്ററി റൈറ്റ് ആണ്. ഇനി പേഴ്സണൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് വാല്യൂ ഇല്ല. പേഴ്സണൽ റൈറ്റിന് എന്തില്ല? എക്കണോമിക് വാല്യൂ ഇല്ല. അതിന് എക്സാമ്പിൾ എന്താണ്? കോൺജുഗൽ റൈറ്റ്, പേരൻ്റൽ റൈറ്റ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് വരുന്നത് റൈറ്റ് ഇൻ റീപ്രൊപ്രിയ ആൻഡ് റൈറ്റ് ഇൻ റീ അലീനിയ. റൈറ്റ് ഇൻ റീപ്രൊപ്രിയ എന്താണെന്ന് നോക്കാം. റൈറ്റ് ഓവർ വൺസ് ഓൺ പ്രോപ്പർട്ടി, ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റിനെയാണ് റീപ്രൊപ്രിയ എന്ന് വിളിക്കുന്നത്. പേഴ്സൺസ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓവർ എ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ഒരു വ്യക്തിയുടെ ഓണർഷിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഇൻ റീപ്രൊപ്രിയ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഓണറാണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഓണറാണ് ആര്? എ. അപ്പോൾ ഈ ഹിസ് റൈറ്റ് ഇൻ പ്രോപ്പർട്ടി എക്സ്, ഈ എക്ക് പ്രോപ്പർട്ടി എക്സിന് മുകളിലുള്ള റൈറ്റിനെയാണ് നമ്മൾ റീപ്രൊപ്രിയ എന്ന് വിളിക്കുന്നത്. ഇനി പ്രോപ്പർട്ടി എക്സിൻ്റെ ഓണർ എന്നുള്ളൊരു നിലയ്ക്ക് എക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രോപ്പർട്ടി ലീസിന് കൊടുക്കാം, മോർഗേജ് ചെയ്യാം, ഗിഫ്റ്റ് ചെയ്യാം, സെല്ല് ചെയ്യാം, അയാൾക്ക് തോന്നുന്ന എന്തും ചെയ്യാം. ഇപ്പം അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ തീ ഇടണം എന്ന് തോന്നിയാൽ പോലും ചെയ്യാം. റൈറ്റ് ഇൻ റീ എലീനിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ റൈറ്റ് ഓവർ അനദേഴ്സ് പ്രോപ്പർട്ടി, മറ്റൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ഓണർഷിപ്പിനെ അല്ലെങ്കിൽ ആ മറ്റുള്ളൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റിനെയാണ് നമ്മൾ റീ എലീനിയ എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്താണ്? റൈറ്റ് ഓഫ് എ ലെസ്സി ഓവർ ലീസ്ഡ് പ്രോപ്പർട്ടി, ലീസ്ഡ് പ്രോപ്പർട്ടിയുടെ മുകളിൽ ലെസ്സിക്കുള്ള റൈറ്റ്, അല്ലെങ്കിൽ മോർഗേജ്ഡ് പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഇൻ റീ എലീനിയ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എക്സിൻ്റെ ഓണർ ആയിരുന്നു. അയാൾ എന്തോ ചെയ്തു? ബിക്ക് ഈ പ്രോപ്പർട്ടി ലീസിന് കൊടുത്തു. ബിക്ക് ഇവിടെ എന്താണ്? പൊസസ് ദ പ്രോപ്പർട്ടി ഓഫ് എക്സ്, ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പൊസസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ബിയുടെ റൈറ്റിനെയാണ് നമ്മൾ റീ എലീനിയ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഒരു റൈറ്റ് കിട്ടുന്നു, ഓണർഷിപ്പ് ഇല്ല. ഓണർഷിപ്പ് എവിടെ ഉള്ളൂ? മുകളിൽ പറഞ്ഞ കാര്യത്തിലാണ് ഓണർഷിപ്പ് ഉള്ളത്. റീപ്രൊപ്രിയക്കകത്ത് ഓണർഷിപ്പാണുള്ളത്. മറ്റേടത്ത് എന്താണ് കിട്ടുന്നത്? കൈവശം വെക്കാനുള്ള പൊസഷനാണ് കിട്ടുന്നത്. അടുത്തത് എന്താണ്? പ്രിൻസിപ്പൽ റൈറ്റും ആക്സസറി റൈറ്റും. പ്രിൻസിപ്പൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് റൈറ്റാണ്. ആക്സസറി റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് റൈറ്റാണ്. ഇവിടെ ആക്സസറി റൈറ്റിൻ്റെ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പൽ റൈറ്റിനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പ്രിൻസിപ്പൽ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള ആക്സസറി റൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
പ്രിൻസിപ്പൽ റൈറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആക്സസറി റൈറ്റും നഷ്ടപ്പെടുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറഞ്ഞ വ്യക്തി ബിയുടെ കയ്യിൽ നിന്നും ഗോൾഡ് പണയം വെച്ചതിന് ശേഷം 10,000 രൂപ വാങ്ങി. ഇവിടെ ബിയുടെ റൈറ്റ് എന്ന് പറയുന്നത് ആ പറഞ്ഞിട്ടുള്ള ഡെപ്റ്റ് റിക്കവർ ചെയ്യുക എന്നുള്ള ബിയുടെ റൈറ്റ് എന്താണ്? പ്രിൻസിപ്പൽ റൈറ്റ് ആണ്. അണ്ടിൽ ദ മണി ഈസ് പെയ്ഡ് ബൈ എ, ബി ക്യാൻ പൊസസ് ദ ഗോൾഡ് ഓർണമെൻറ്റ്സ്. മണി പെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര രൂപയാണോ വാങ്ങിച്ചത്, 10,000 രൂപയല്ലേ വാങ്ങിച്ചത്, അപ്പോൾ ഈ 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എയുടെ കയ്യിൽ നിന്നും ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് തിരികെ വാങ്ങാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് കൈവശം വെക്കാനുള്ള ആ ഒരു റൈറ്റ് എന്ന് പറയുന്നത് ആക്സസറി റൈറ്റ് ആണ്. എപ്പോൾ ആ പറഞ്ഞ പൈസ എ ബിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള 10,000 രൂപ എപ്പോൾ പേ ചെയ്യുന്നു ആ സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്? ഗോൾഡ് ഓർണമെൻറ്റ്സ് അയാൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. മനസ്സിലായോ എന്താണെന്ന്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ മണി പേ ചെയ്തതിന് ശേഷം ഗോൾഡ് ഓർണമെൻറ്റ്സ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു റൈറ്റ് അവിടെ കൊണ്ട് അവസാനിക്കുന്നു. പ്രിൻസിപ്പൽ റൈറ്റ് സീസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്സസറി റൈറ്റും എന്തായി കഴിയും? സീസ് ആയി കഴിയും. അതാണ് പറയുന്നത് പ്രിൻസിപ്പൽ റൈറ്റും ആക്സസറി റൈറ്റും. അടുത്ത റൈറ്റാണ് വെസ്റ്റഡ് റൈറ്റും കണ്ടിജൻ്റ് റൈറ്റും. അതിൽ വെസ്റ്റഡ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്തോ ചെയ്തു? ഒരു പ്രോപ്പർട്ടി എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ബിയുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്തതിന് ശേഷം വാങ്ങി. അപ്പോൾ ഇവിടെ എയുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും സെയിൽ ഡീഡിൽ എക്സിക്യൂട്ട് ചെയ്തു, പൊസഷൻ കൈമാറി. അപ്പോൾ എയുടെ ഇവിടുത്തെ ആ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റ് എന്ന് പറയുന്നത് വെസ്റ്റഡ് റൈറ്റ് ആണ്. വെസ്റ്റഡ് റൈറ്റ്, കാരണം പൈസ കൊടുത്തൊരു സാധനം വാങ്ങിയതാണ്. ഇനിയും കണ്ടിജൻ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ഇവിടെ കണ്ടീഷൻ വെക്കുന്നു, നീ ഇത്ര നാളിനുള്ളിൽ LLB പാസ്സാകുകയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ എന്ത് തരാം? എൻ്റെ പ്രോപ്പർട്ടി എഴുതി തരാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇത്ര പവൻ സ്വർണം തരാമെന്ന് പറയുന്നു. ഇതൊരു കണ്ടിജൻ്റ് റൈറ്റ് ആണ്. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്, നീ ഇത്ര നാളിനുള്ളിൽ LLB പാസ്സാകണം. LLB അത്രയും നാളിനുള്ളിൽ ചിലപ്പോൾ പാസ്സാകാം, ചിലപ്പോൾ പാസ്സാകാതിരിക്കാം. അത് എന്താണ്? ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് കിട്ടുന്നുള്ളൂ? ആ പ്രോപ്പർട്ടി ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് വെസ്റ്റഡ് റൈറ്റും കണ്ടിജൻ്റ് റൈറ്റും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് പബ്ലിക് റൈറ്റും പ്രൈവറ്റ് റൈറ്റും. പബ്ലിക് റൈറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് ആ റൈറ്റ് വിച്ച് ആർ വെസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റിൽ വെസ്റ്റ് ആയിരിക്കുന്ന റൈറ്റാണ് പബ്ലിക് റൈറ്റ് എന്ന് പറയുന്നത്. ഇനിയും പ്രൈവറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൽ, സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൽ ബിലോങ് ചെയ്യുന്ന റൈറ്റാണ് പ്രൈവറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി റൈറ്റും ഉണ്ട്, സാങ്ഷനിങ് റൈറ്റും ഉണ്ട്. അതിൽ സാങ്ഷനിങ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ്ങിൽ നിന്നുമാണ് സാങ്ഷനിങ് റൈറ്റ് എറേസ് ആവുന്നത്. എ എന്ന് പറഞ്ഞ വ്യക്തി ബിയെ ഡിഫെയിം ചെയ്ത് കഴിയുമ്പോൾ ബിക്ക് അവിടെ എന്തോ കിട്ടും? കോമ്പൻസേഷൻ കിട്ടാനുള്ളൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാങ്ഷനിങ് റൈറ്റ്. ഒരു റോങ്ങിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? സാങ്ഷനിങ് റൈറ്റ് ഉണ്ടാകുന്നത്. ഇനി പ്രൈമറി റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ റോങ്ങിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന റൈറ്റ് ആയിരിക്കത്തില്ല. റൈറ്റ് ടു റെപ്യൂട്ടേഷനാണ് അതിനൊരു എക്സാമ്പിൾ. കാരണം അത് ഓൾറെഡി നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു റൈറ്റാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി റൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ലീഗൽ റൈറ്റും ഇക്വിറ്റബിൾ റൈറ്റും. ഇംഗ്ലീഷ് ലോ പ്രകാരം റൈറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇക്വിറ്റബിൾ റൈറ്റും ലീഗൽ റൈറ്റും. ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ കോമൺ ലോ കോർട്ടുകൾ റെക്കഗ്നൈസ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന റൈറ്റിനെയാണ് ലീഗൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇക്വിറ്റി കോടതികൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന റൈറ്റിനെ ഇക്വിറ്റബിൾ റൈറ്റ് എന്നും വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കോമൺ ലോ കോർട്ടാണ് എന്നുണ്ടെങ്കിൽ ലീഗൽ റൈറ്റ്, ഇക്വിറ്റബിൾ കോടതിയിലെ ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റബിൾ റൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുമുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സുമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എന്താണുള്ളത്? ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തോ ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ സിറ്റിസൺസിൻ്റെയും അതുപോലെ തന്നെ ഏലിയൻസിൻ്റെയും കുറേ റൈറ്റുകൾ റെക്കഗ്നൈസ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നതിന് സ്പെഷ്യൽ ലീഗൽ സാങ്സിറ്റി, ഒരു പ്രത്യേക ലീഗൽ സാങ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധി തന്നെയുണ്ട്. അത് ഏതിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്?
പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാർട്ട് 3യെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നാണ് വിളിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന മറ്റുള്ള റൈറ്റുകളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് തന്നെയാണ്. സ്റ്റേറ്റിന് എഗനിസ്റ്റ് ആയിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റുകളും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. പക്ഷേ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും എന്തല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പിന്നെ റിട്ടിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പിന്നെ പവറും, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 അകത്ത് ഹൈക്കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവറിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് റിട്ട്? ഹേബിയസ് കോർപ്പസ്, സെർഷ്യോറാറി, മാൻഡമസ്, കോവാറൻറ്റോ, പ്രൊഹിബിഷന്. ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റലും അതുപോലെ തന്നെ ഇൻഏലിയനബിളുമായിട്ടുള്ള റൈറ്റാണ്. നമ്മളുടെ ഹ്യൂമൻ റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു ഹ്യൂമൻ റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് എനിക്ക് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. ഓക്കെ. അതുപോലെ എല്ലാ റൈറ്റുകളും പിന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് റൈറ്റുകളും ഫ്രീഡങ്ങളുമാണ് ഹ്യൂമൻ റൈറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് ബെർത്ത് റൈറ്റ് ആണ്, നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റാണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ റൈറ്റിനെ കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, നാഷണാലിറ്റിയുടെ ഒന്നും പേരിൽ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, വേർതിരിക്കാൻ വേണ്ടി പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ജൂറിസ്പ്രുഡൻസിലെ ലീഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ ക്ലെയിംസിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്